Hello friends, welcome to Bilingual tutorial. Today we are discussing question answers from chapter 4, Are the Rich Happy? Written by Stephen Leacock. മറ്റ് ലെസൺസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ലഭിക്കാൻ പ്ലീസ് ഗോ ത്രൂ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബിലോ ദിസ് വീഡിയോ. ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നോക്കുക, അവിടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് സെക്ഷൻ 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ലീകോക്ക് ഫീൽ വെൻ ഹി തോട്ട് ഹി ഹാഡ് ഫൗണ്ട് ദ റിച്ച് പീപ്പിൾ? ധനികരായ മനുഷ്യരെ കണ്ടെത്തിയെന്ന് കരുതി അവരോട് സംസാരിച്ച ലീകോക്കിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്ത്? ആൻസർ, ലീകോക്ക് സംടൈംസ് തോട്ട് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് സം റിച്ച് പീപ്പിൾ ബട്ട് ഹി റിയലൈസ്ഡ് ദേ വർ പുവർ. ദേ വർ പുഷ്ഡ് ഫോർ മണി. ചിലപ്പോൾ ലീകോക്കിന് ഫീൽ ചെയ്യും താൻ ധനികരായ മനുഷ്യരെ കണ്ടെത്തിയെന്ന്. എന്നാൽ അവർ യാഥാർത്ഥ്യത്തിൽ ധനികരല്ല. അവർക്കും പണത്തിന് അത്യാവശ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ പണത്തിന് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു എന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട്സ് ലിമസിൻ? എന്താണ് ലിമസിൻ? ലിമസിൻ is a large luxury vehicle with a partition between the drivers and passengers compartments. ലിമസിൻ ഒരു വലിയ ആഡംബര കാറാണ്. ഡ്രൈവർക്കും പാസഞ്ചർക്കുമിടയിൽ ഒരു പാർട്ടീഷൻ ഉണ്ടായിരിക്കും. Question number 3. List Leacock's reported basis of richness. സമ്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ് പലരും ലീകോക്കിനോട് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? The answer is, the janitor in the building where Leacock works told him that he has a rich cousin in England who works in Southwestern Railway, gets £10 a week, and the lady who washes at his home has a rich uncle who owns his own house and has 2 girls at the high school. ലീകോക്ക് വർക്ക് ചെയ്തിരുന്ന ബിൽഡിങ്ങിലെ വാച്ച്മാൻ അദ്ദേഹത്തോട് പറഞ്ഞത് £10 ഒരാഴ്ച വരുമാനം ലഭിക്കുന്ന സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ജോലിക്കാരനായ ധനികനായ ഒരു ബന്ധു അദ്ദേഹത്തിനുണ്ടെന്നാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അലക്കുകാരി പറഞ്ഞത് സ്വന്തമായൊരു വീടും 2 ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുമുള്ള ധനികനായ ഒരു അങ്കിൾ അവർക്കുണ്ടെന്നാണ്. അതുകൊണ്ട് സമ്പത്തിൻ്റെ അടിസ്ഥാനം പലർക്കും പല രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൗ ഡിഡ് ദ റിച്ച് ആൻഡ് പുവർ റിയാക്ട് വെൻ ദ സ്റ്റെർലിംഗ് എക്സ്ചേഞ്ച് ഫോൾസ്? ഷെയർ മാർക്കറ്റിലെ ഓഹരി വിലയിടിവിനോട് ധനികരും ദരിദ്രരും എങ്ങനെയായിരുന്നു റെസ്പോണ്ട് ചെയ്തത്? The rich are troubled for money when the sterling exchange falls 10 points in a day, but the poor snugly at home without any worries. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരി വിലയിടിവ് സംഭവിച്ചപ്പോൾ ധനികരെല്ലാവരും പ്രശ്നത്തിലായി. സമ്പത്ത് അപ്പാടെ ഒഴുകിപ്പോയ അങ്കലാപ്പിലായിരുന്നു അവർ. എന്നാൽ പാവപ്പെട്ടവർ അല്ലെങ്കിൽ ദരിദ്രരാവട്ടെ ഇതിനെക്കുറിച്ചൊന്നും വറി ചെയ്യാതെ സമാധാനത്തോടെ വീട്ടിലിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. Who is Meadows? ആരാണ് ഈ മീഡോസ്? Meadows was the butler in the house of rich Ashcroft Fowlers, and he quit the work because he was poorly paid. Ashcroft said that it was because he did not like them. ആഷ്ക്രോഫ്റ്റ് ഫൗളേഴ്സ് എന്ന ധനികരുടെ വീട്ടിലെ പാചകക്കാരനാണ് മീഡോസ്. മീഡോസിന് വളരെ തുച്ഛമായ ശമ്പളമാണ് അവർ നൽകിയിരുന്നത്. ആയതിനാൽ അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു. എന്നാൽ ആഷ്ക്രോഫ്റ്റ് ഫൗളേഴ്സ് പറയുന്നത് മീഡോസിന് അവരെ ഇഷ്ടമായിരുന്നില്ല, അതാണ് അവരെ വിട്ടു പോകാൻ കാരണമെന്നാണ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു സെക്ഷൻ 2, ഷോർട്ട് എസ്സേസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്പങ്ക്. Spunk is a rich man, but a hypocrite too. He enjoys all the comforts that wealth gives him, and he pretends to prefer a simple life. His usual meal has 9 courses, and he drinks luxurious drinks only, like champagne and port wine. But he boasts that he can find more happiness in a simple meal of a piece of pork and smashed turnip and the water from the brook at the back of his father's farm. He is telling that money is a burden for him, but it cannot be got rid of it, and it's a burden that people have entrusted with him, and he may use it to brighten the life of others.
he'll say that he wants to use it for others, but it is very difficult for him to spare it for others. And take the case of a college professor. We can see the story of a college professor who didn't get enough pension, and when this man was asked to pay or donate money for paying the pension, he was telling that that means the professors are heroes of the nation and their work is their reward. He was not ready to pay or not ready to donate money for these professors. സ്പഗ് ഒരു ധനികനായിരുന്നു, കൂടാതെ ഹി വാസ് നോട്ട് എ ജെനുവിൻ മാൻ. ആൻഡ് ഒരു ധനികൻ്റെ ജീവിതം നയിക്കുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ സിമ്പിൾ ജീവിതമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് വെറുതെ പറയുമായിരുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതെങ്കിലും സിമ്പിൾ മീലാണ് ഇഷ്ടമെന്നും പറയുമായിരുന്നു. ധനം തനിക്കൊരു ഭാരമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ഭാരം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് താൻ ചുമക്കുന്നതെന്നും അദ്ദേഹം വെറുതെ വീമ്പിളക്കുമായിരുന്നു. എന്നാൽ ആവശ്യക്കാരനായ ഒരുവന് പണം നൽകുവാൻ ഇദ്ദേഹം തയ്യാറായിരുന്നുമില്ല. ആ പണം മറ്റുള്ളവരെ സഹായിക്കാൻ അയാൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടുമില്ല. Question number 2. What was Spunk's reason for not donating his money to others? മറ്റുള്ളവർക്ക് പണം കൊടുക്കാതെ ഇരിക്കാൻ സ്പഗ് കണ്ടെത്തിയ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? The answer is Spunk is a hypocrite. He thinks that his wealth is a great trust. People have made him the custodian of wealth for their benefit. But when the question of spending it for others comes, he evades his responsibility. He argues that people are not really in need of his money. For instance, when the college professors who have very small pension are in need of money, he was asked to donate money for them. He replied, "They are heroes of the nation and their work is their wealth." So Spunk does not find any reason in parting with his money. സ്പഗ് എപ്പോഴും പറയുന്നത് ധനികനായിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ധനം ഒരു ഭാരമാണ് അദ്ദേഹത്തിന്. പാവങ്ങൾക്ക് വേണ്ടിയാണത്രേ അദ്ദേഹം ഈ ഭാരം ചുവക്കുന്നത്. എന്നാൽ ഒരാളെയും സഹായിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഉദാഹരണത്തിന്, വളരെ കുറവ് പെൻഷൻ മാത്രം ലഭിക്കുന്ന കോളേജ് പ്രൊഫസേഴ്സിനു വേണ്ടി പണം ഡൊണേറ്റ് ചെയ്യുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ രാജ്യത്തിൻ്റെ നായകന്മാരാണെന്നും അവരുടെ സേവനമാണ് അവരുടെ സ്വത്തെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ തൻ്റെ പണം അവർക്ക് നൽകേണ്ടതില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. Question number 3. What was the reason behind Mr. and Mrs. Fowlers' sadness? ഫൗളേഴ്സ് ദമ്പതിമാരുടെ ദുഃഖത്തിനുള്ള കാരണം എന്തായിരുന്നു? Mr. and Mrs. Fowlers were very sad thinking of Meadows, their butler. They were quite friendly to him and they had done everything for him, but as his salary was very poor, he decided to quit. The Fowlers could not find any reason in his leaving, and the only thing that made him quit was he did not like them, and the remedy these people don't know, and they felt very sad. ഫൗലേഴ്സ് ദമ്പതിമാരുടെ പാചകക്കാരൻ മീഡോസ് അവരെ ഉപേക്ഷിച്ചു പോയി എന്നതാണ് അവരുടെ ദുഃഖത്തിന് കാരണം. മീഡോസിനെ സന്തോഷിപ്പിക്കുവാൻ അവരെ കൊണ്ടാവുന്നതൊക്കെ അവർ ചെയ്തിരുന്നു. എന്നാൽ ശമ്പളം കുറവായതുകൊണ്ടാണ് അദ്ദേഹം അവരെ വിട്ടുപോയത്. പക്ഷേ ഫൗളേഴ്സ് ഫാമിലി അല്ലെങ്കിൽ ഫൗളേഴ്സ് ദമ്പതിമാർ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവരുടെ അഭിപ്രായത്തിൽ മീഡോസിന് അവരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവരെ ഉപേക്ഷിച്ചു പോയത്. ഈ പ്രശ്നത്തിനൊരു പരിഹാരവും അവർക്കറിയില്ലായിരുന്നു. Question number 4. Discuss the use of irony and sarcasm in the essay. ഈ എസ്സേയിൽ ഉപയോഗിച്ചിട്ടുള്ള വിരോധാഭാസവും പരിഹാസവും വിശകലനം ചെയ്യുക. The writer of this essay, Stephen Leacock, he was well known for his light humor along with criticism of people's follies. This essay is full of irony and sarcasm, and it contains the rich man's complaints and excuses towards the richness they enjoy. They are not really rich because they think they are poor. They are not at all satisfied with the money they own. Even the richest people will complain that they have inadequate wealth. But the common people like a watchman or a washerwoman looks at the small salary or the small house as satisfactory.
But rich people like Mr. Spunk and the Fowlers family do not like to part with their money, and in the midst of luxury, they have no eyes to see the misery of the poor people around them. Mr. Spunk would sit at a 9-course dinner and say that he liked simple meal. And Fowlers would not increase the salary of their butler, but would hire a suite of 10 rooms with a posh hotel. And there are also some other rich men who go bankrupt to live in comfort. സ്റ്റീഫൻ ലീകോക്ക് എന്ന എഴുത്തുകാരൻ അറിയപ്പെടുന്നത് തന്നെ മനുഷ്യചെയ്തികളെ പരിഹസിച്ചുകൊണ്ട് എഴുതുന്ന എഴുത്തുകാരൻ എന്നാണ്. ഈ എസ്സേ മുഴുവനും തന്നെ ഐറണിയും സർക്കാസവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ധനികരുടെ കംപ്ലയിൻസ് ആൻഡ് എക്സ്ക്യൂസസ് ആണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. ധനികർ ഒരിക്കലും ധനികരായി മാറാത്തത് അവർ ധനികരാണെന്ന് അവർ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ഉള്ള ധനത്തിൽ അവർ തൃപ്തരല്ല. വീണ്ടും വീണ്ടും ധനം സമ്പാദിക്കണം എന്നാണ് അവർക്കുള്ളത്. ഏറ്റവും ധനികരായവർ പോലും പണമില്ല എന്ന് പറഞ്ഞ് പരിതപിക്കും. എന്നാൽ ഒരു വാച്ച്മാൻ അല്ലെങ്കിൽ ഒരു അലക്കുകാരെ പോലുള്ള ചെറിയ ശമ്പളത്തിൽ ജോലി നോക്കുന്നവർ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ തൃപ്തരാണ്. മിസ്റ്റർ സ്പഗിനെ പോലെ ധനം ഒരു ഭാരമായി കാണുന്നവരും ഉണ്ട്. എന്നാൽ വാക്കുകളിൽ മാത്രമാണ് ധനം അവർക്ക് ഭാരമായിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ധനം ചിലവാക്കാനോ അവർ തയ്യാറാകുന്നില്ല. ഇതുപോലെ ഫൗലേഴ്സ് ദമ്പതിമാരെ പോലെയുള്ള ധനികരുമുണ്ട്. അവരുടെ പാചകക്കാരനായ മീഡോസ് അവരെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് 10 റൂംസുള്ള ഒരു പോഷ് ഹോട്ടലിലെ സ്യൂട്ട് വാടകയ്ക്കെടുക്കാൻ അവർ തയ്യാറാകുകയായിരുന്നു. എന്നാൽ മീഡോസ് എന്ന് പറയുന്ന അവരുടെ പാചകക്കാരൻ്റെ സാലറി കൂട്ടി നൽകുവാൻ അവർ തയ്യാറായിരുന്നില്ല. ഇതിനു പകരം അദ്ദേഹത്തിന് സാലറി കൂട്ടി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ചെയ്യാൻ അവർ തയ്യാറല്ലായിരുന്നു. പിന്നീട് ബാങ്കിൽ നിന്ന് കടമെടുത്താണെങ്കിൽ പോലും സുഖമായി പോഷ് ജീവിതം ജീവിക്കുവാൻ വളരെ ധനികരായ മനുഷ്യർ തയ്യാറാണ്. In next video, we'll be discussing essay questions from this lesson. Here ends today's class. Thank you for watching.